KSRTC ഡ്രൈവർ LH യദു ഒരു ചെറിയ മീനല്ല, വമ്പൻ സ്രാവ് തന്നെയാണ്. നമ്മൾ 2 ദിവസമായി അയാളെ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കേട്ടാലറിയാം, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെ കണ്ടാലറിയാം ഇയാളൊരു ഞരമ്പനാണെന്ന്. ഇയാൾക്കെതിരെ നേരത്തെ ഉണ്ടെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്ന കേസുകൾ ഏതൊക്കെയാണെന്നറിയാമോ? കേട്ടപ്പോൾ പലരും മൂക്കത്ത് വിരൽ വെച്ച് പോയി. ഏതാനും ദിവസമായി വാർത്തകളിൽ പതിവായി കാണുന്നതാണ് യദുവിൻ്റെ മുൻ കേസുകൾ. ഇയാൾക്കെതിരെ 3 കേസുകളുണ്ടെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിയതാണെന്നാണ് ഡ്രൈവർ യദു പറഞ്ഞത്. ശരിയായിരിക്കാം. ആ കേസുകൾ ഏതൊക്കെയാണെന്നറിയാമോ? ആ കേസിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? ആദ്യത്തെ കേസ് ഒരു സ്ത്രീയെ അപമാനിച്ചതിനാണ്. മറ്റൊന്ന് അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനുമാണ്. ഈ 2 കേസുകളും യദുവിനെതിരെ ഉണ്ടായിരുന്നു. സ്ത്രീയെ അപമാനിച്ചെന്ന പരാതി ഒത്തുതീർപ്പാക്കി. അലക്ഷ്യമായി വാഹനം ഓടിച്ച കേസുകൾ പിഴയിലൊതുക്കി. 2017 മാർച്ചിലാണ് ഇയാൾക്കെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നേമം തളിയാതിച്ചാപുരം റോഡിൽ വെച്ച്, അതായത് പബ്ലിക് റോഡിൽ വെച്ച് ഒരു യുവതിയെ തടഞ്ഞു നിർത്തി തൻ്റെ വസ്ത്രം ഊരിക്കാണിച്ച് അശ്ലീല വർത്തമാനം പറഞ്ഞതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസ് പിന്നീട് കോടതിയിൽ ഒത്തുതീർപ്പാക്കി. ആ വർഷം തന്നെ, അതായത് 2017 നവംബറിലാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. പേരൂർക്കട ഭാഗത്തു നിന്നും കുടപ്പനംകുന്ന് ഭാഗത്തേക്ക് KSRTC ബസ് അപകടകരമായി ഓടിച്ചതിനാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തത്. ഇതാണ് പിഴയൊടുക്കി ഊരിയത്. മൂന്നാമത്തെ കേസ് പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോൾ കിഴക്കേക്കോട്ട നിന്നും തമ്പാനൂർ ഭാഗത്തേക്ക് ഓടിച്ച സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിൽ ഇടിച്ചതാണ്. ഈ സംഭവത്തിൽ പരാതി നൽകിയ യുവതിക്ക് ബസ്സിലെ സീറ്റിൽ നിന്നും തെറിച്ച് മുന്നിലെ കമ്പിയിൽ ചെന്നിടിച്ച് കൈക്ക് പരിക്കേറ്റിരുന്നു. 4ാമത്തെ കേസാണ് മേയർ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ളത്. ഇനി പറ, ഇയാൾ പുണ്യാളനാണോ അതോ നിരപരാധിയാണോ? ഇയാൾക്കെതിരെയുള്ള 3 കേസും ഗുരുതരമായിട്ടുള്ള കേസ് തന്നെയല്ലേ? ഒരു സ്ത്രീയെ വഴിയിൽ തടഞ്ഞു നിർത്തി വസ്ത്രം ഊരിക്കാണിച്ച് അശ്ലീലം സംസാരിക്കുന്ന ഇവൻ മാനസിക രോഗിയാണോ? ബുദ്ധിസ്ഥിരതയുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഞരമ്പ് രോഗികളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഞരമ്പൻ അങ്ങനെ ചെയ്താലും സ്ത്രീകൾ ഒരു പരിധിവരെ മാനഭയമോർത്ത് പുറത്തു പറയാതെ ക്ഷമിച്ചോടിപ്പോകും. ഇത് ക്ഷമയ്ക്കും അപ്പുറത്തായതുകൊണ്ടല്ലേ കേസും പുലിവാലുമൊക്കെ ആയത്? മേയർ ആര്യ രാജേന്ദ്രൻ്റെ പരാതി എന്താ? അശ്ലീലമായി ആംഗ്യം കാണിച്ചു എന്നല്ലേ? ഇയാളുടെ മുൻ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിനല്ലേ സാധ്യത. അങ്ങനെയാണെങ്കിൽ മേയറും ഭർത്താവും ചെയ്തതിൽ എന്താണ് തെറ്റ്? മേയറെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ നടക്കുന്നവർ ഈ ഞരമ്പൻ്റെ പൂർവ്വകാലം ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. മേയർ ബസ്സിന് മുന്നിൽ കാർ നിർത്തി ഡ്രൈവറോട് തർക്കിച്ച സംഭവം ചൂടുപിടിച്ച ചർച്ചയും രാഷ്ട്രീയ വിവാദവും ഒക്കെ നടക്കുമ്പോൾ തന്നെ ഡ്രൈവർ പറയുന്നത് മേയർക്കെതിരെ കേസുമായി ഏതറ്റം വരെയും പോകുമെന്നാണ്. മേയറാണെന്നുള്ള ഈഗോയാണ് ആര്യ രാജേന്ദ്രൻ കാണിച്ചത്. മേയർ പറഞ്ഞതെല്ലാം തെറ്റാണെന്നുമാണ് യദു മാധ്യമങ്ങളോട് പറയുന്നത്. തനിക്കെതിരെ 2017 കേസുണ്ടെങ്കിൽ കോടതി രേഖകൾ നോക്കി അക്കാര്യം മനസ്സിലാക്കാമെന്ന് യദു പറയുന്നു. കേസുണ്ടെങ്കിൽ സർക്കാർ സ്ഥാപനത്തിൽ ജോലിക്കെടുക്കില്ല. അന്നത്തെ കേസിൽ കോടതി വെറുതെ വിട്ടിരുന്നു. ഒരു വനിതയുടെ പരാതിയിലാണ് കേസെടുത്തത്. അവരുടെ ഭാഗത്തുണ്ടായ തെറ്റിദ്ധാരണയാണെന്ന് വിചാരണ ഘട്ടത്തിൽ കോടതിയിൽ പറഞ്ഞിരുന്നു. ആ കേസാണിപ്പോൾ പാർട്ടിക്കാർ കുത്തിപ്പോക്കുന്നതെന്നാണ് ഞരമ്പൻ പറയുന്നത്. ഇയാളുടെ പേരിൽ കേസുള്ളതും ആ കേസിൻ്റെ ഗൗരവം എന്താണെന്ന് നോക്കി വേണമായിരുന്നു ഇയാളെ KSRTCയിൽ ജോലിക്കെടുക്കാൻ. ഇയാളെ ജോലിക്കെടുത്ത ഉദ്യോഗസ്ഥനെ വേണം ആദ്യം ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ. അതുപോലെ വാഹനം അലക്ഷ്യമായി ഓടിച്ചതിനാണ് മറ്റ് കേസുകൾ ഉണ്ടായത്. ഇങ്ങനെ അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നവനെ KSRTCയിൽ ജോലി ചെയ്യിപ്പിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെയും നടപടിയെടുക്കണം. എങ്കിലേ ഈ കോർപ്പറേഷൻ നന്നാവൂ.